ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള 2 ആഴ്ച സമയങ്ങളിൽ നമ്മൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. ഓവുലേഷൻ കഴിഞ്ഞിട്ട് 2 ആഴ്ച സമയം എന്ന് പറയുന്നത് ഓവുലേഷൻ കഴിഞ്ഞ് 6 to 12 ഡേയ്സിനകത്താണ് നമുക്ക് ഇംപ്ലാന്റേഷൻ സംഭവിക്കുന്നത്. അതായത് ഓവുലേഷൻ കഴിഞ്ഞ് പുറത്തേക്ക് വന്നിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ആ ഒരു അണ്ടം ബീജവുമായി സംയോജിച്ച് സെൽ ഡിവിഷൻ ഒക്കെ കടന്ന് നമ്മുടെ എൻഡോമെട്രിയൽ ലൈനിങ്ങിൽ വന്ന് അറ്റാച്ച് ആകുന്നതാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ഈ ഇംപ്ലാന്റേഷൻ നടക്കുന്നത് നമ്മുടെ ആ ഒരു ഓവുലേഷൻ കഴിഞ്ഞിട്ട് 12ാമത്തെ ദിവസത്തിന് ഉള്ളിലാണ്. അതുകൊണ്ട് തന്നെ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള ആ ഒരു 12 ദിവസം വരെ നമ്മൾ നമ്മുടെ ശരീരത്തിന് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നമ്മൾ എത്രത്തോളം കെയർ കൊടുക്കുന്നുവോ അത്രയും തന്നെ കെയർ കൊടുക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. അങ്ങനെ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള 2 ആഴ്ചയിൽ നമ്മൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ശരീരത്തിൽ ബി വിറ്റമിൻസ് കൂടുതലായിട്ട് എത്തിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ബി വിറ്റമിൻസ് നമ്മളുടെ ആ ഒരു എൻഡോമെട്രിയൽ ലൈനിങ്ങിന്റെ തിക്നെസ് നല്ലതുപോലെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. എൻഡോമെട്രിയൽ ലൈനിങ്ങിന്റെ തിക്നെസ് കൃത്യമായിട്ട് അവിടെ ഇല്ല എങ്കിൽ ഫെർട്ടിലൈസ്ഡ് ആയിട്ട് വന്നിട്ടുള്ള എഗ്ഗിന് എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എൻഡോമെട്രിയൽ ലൈനിങ് അവിടെ വീക്ക് ആണെങ്കിൽ, എൻഡോമെട്രിയൽ ലൈനിങ് അവിടെ തിന്നാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പീരിയഡ്സ് ഉണ്ടാകും. എൻഡോമെട്രിയൽ ലൈനിങ് ഷെഡ് ആകും. ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള ആ ഒരു എംബ്രിയോ ഉൾപ്പെടെ അത് പുറത്തേക്ക് പോകുന്നതിനും കെമിക്കൽ പ്രഗ്നൻസി നമുക്ക് ഉണ്ടാവുന്നതിനും ഇത് കാരണമാവുന്നു. ഈ ബി വിറ്റമിൻ നമ്മളുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ എത്തിക്കാനായിട്ട് സഹായിക്കുന്നത് ഓൾ ഗ്രെയിൻസ് ആണ്. അതായത് ധാന്യങ്ങൾ എന്ന് പറയുമല്ലോ, അത് ചാമ, അതുപോലെ ബ്രൗൺ റൈസ്, ക്യൂനോവ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. നിങ്ങൾക്കൊരു സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നൊക്കെ ചെറുധാന്യങ്ങൾ അല്ലെങ്കിൽ മുഴുധാന്യങ്ങൾ നിങ്ങൾക്ക് മേടിക്കാനായിട്ട് കിട്ടും കേട്ടോ. ബ്രൗൺ റൈസ് എന്ന് പറയുന്നത് നമുക്ക് ചോറിന് പകരം ഒരു നേരം ഉച്ചയ്ക്കത്തെ സമയത്തൊക്കെ നമ്മൾ ബ്രൗൺ റൈസ് ഒക്കെ മേടിച്ച് പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്നത് നല്ലതാണ്. ബ്രൗൺ റൈസ് ഒക്കെ എടുത്തിട്ട് വെജിറ്റബിൾസ് ആയിട്ടുള്ള നമ്മുടെ ക്യാരറ്റ് അല്ലെങ്കിൽ നമ്മൾ ബീറ്റ്റൂട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് മിക്സ് ചെയ്തിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്നതും, അതുപോലെ തന്നെ ഫ്രൈഡ് റൈസ് പോലുള്ള സാധനങ്ങളായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്നതും ഒക്കെ നല്ലതാണ്. ബ്രൗൺ റൈസ് ഒക്കെ നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ളതാണ്. മുഴുധാന്യങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് പ്രിപ്പയർ ചെയ്ത് കഴിക്കുക കേട്ടോ. ഓൾ ഗ്രെയിൻസ് എന്ന കാറ്റഗറിയിൽ പെടുന്ന എല്ലാം തന്നെ നിങ്ങൾ ഇന്റർനെറ്റിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഓൾ ഗ്രെയിൻസ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ പെടുന്ന എല്ലാത്തിലും ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ഈ ന്യൂട്രിയൻസ് നമ്മളുടെ ശരീരത്തിൽ കൃത്യമായിട്ട് എത്തിക്കാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾക്കെങ്കിൽ ഏത് ഇൻഫെർട്ടിലിറ്റി പ്രശ്നമുള്ള ആളുകൾക്കും എളുപ്പത്തിൽ പ്രഗ്നന്റ് ആകാനായിട്ട് അത് സഹായിക്കുന്നു. ഈ മുഴുധാന്യങ്ങൾ അല്ലെങ്കിൽ ഓൾ ഗ്രെയിൻസിൽ ബി വിറ്റമിൻസ് ഒരുപാടുണ്ട്. അതുപോലെ അയേൺ ഉണ്ട്, ഫൈബർ ഉണ്ട്. ഇതെല്ലാം തന്നെ നമ്മളുടെ ആ പ്രഗ്നൻസിയെ ഹെൽത്തി ആയിട്ട് മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് സഹായിക്കുന്നവയാണ്. അയേൺ നമ്മളുടെ ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാൽ മാത്രമേ ബ്ലഡ് സെൽസിന്റെ പ്രൊഡക്ഷൻ നമ്മളുടെ ശരീരത്തിൽ കൃത്യമായിട്ട് നടക്കുകയുള്ളൂ. ബ്ലഡ് സെൽസിന്റെ പ്രൊഡക്ഷനും അവരുടെ പ്രവർത്തനവും കൃത്യമായിട്ട് നടന്നു കഴിഞ്ഞാൽ മാത്രമേ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള ആ ഒരു എഗ്ഗിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുകയുള്ളൂ, നമ്മുടെ പ്രഗ്നൻസി സർവൈവ് ചെയ്ത് മുൻപോട്ടേക്ക് പോവുകയുള്ളൂ കേട്ടോ. അപ്പൊ ആ കാര്യം നിങ്ങൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കാം. രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയങ്ങളിൽ ബ്രൊക്കോളി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ബ്രൊക്കോളി നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. ഞാനിവിടെ ഇമേജ് കൊടുത്തേക്കാം. ഈ ബ്രൊക്കോളി നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലും അതുപോലെ വെജിറ്റബിൾ സ്റ്റോഴ്സിലും ഒക്കെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ്. ഈ ബ്രൊക്കോളിയിൽ ഫോളേറ്റും അതുപോലെ വിറ്റമിൻ സിയും ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. ഫോളേറ്റ് പ്രഗ്നൻസിയുടെ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ എത്രമാത്രം ബെനിഫിഷ്യൽ ആയിട്ടുള്ളതാണെന്ന് എല്ലാവർക്കും തന്നെ അറിയുന്നുണ്ടാകും. കുഞ്ഞിന്റെ പല അവയവങ്ങളുടെയും കൃത്യമായിട്ടുള്ള ഫോർമേഷന് ഫോളിക് ആസിഡ് അത്യാവശ്യമാണ്. ഇത് കൃത്യമായിട്ട് ശരീരത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. ഫോളിക് ആസിഡിന്റെ ഡെഫിഷ്യൻസി പലരിലും ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതുമൂലം കുഞ്ഞിന് മറ്റുള്ള ഡിഫക്ട്സുകൾ ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ശരീരത്തിൽ പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ ലെവല് ഒന്ന് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഇത്തരത്തില് ബ്രൊക്കോളി ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. വിറ്റമിൻ സിയുടെ കണ്ടന്റ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ശരീരത്തിലെ ഹോർമോൺസിന്റെ പ്രവർത്തനം കൃത്യമായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടും ലൂട്ടിയൽ ഫേസിൽ നമുക്ക് വേണ്ടുന്ന ഹോർമോൺസിന്റെ പ്രൊഡക്ഷൻ കൃത്യമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ബ്രൊക്കോളിയും നിങ്ങൾക്ക് നിങ്ങളുടെ ഫുഡ് ഡയറ്റിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്നതാണ്. ബ്രൊക്കോളി നിങ്ങൾക്ക് സൂപ്പായിട്ടോ അല്ലെങ്കിൽ വെജിറ്റബിൾസിന് മറ്റുള്ള രീതിക്ക് എങ്ങനെയെങ്കിലും വെജിറ്റബിൾ കറിയായിട്ടോ പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾ എടുക്കുന്നതും നല്ലതാണ്. ഇനി എല്ലാവരും ചോദിക്കുന്ന കുറച്ച് സംശയങ്ങൾ നമുക്ക് നോക്കാം. എല്ലാ ദിവസവും ഇത് ഉപയോഗിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ എല്ലാ ദിവസവും ഇത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല.
ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയങ്ങളിൽ, അതായത് ഓവുലേഷൻ കഴിഞ്ഞിട്ട് അത് 6 to 12 ഡേയ്സിനകത്ത് ഒരു ദിവസമോ അല്ലെങ്കിൽ 2-3 ദിവസം കൂടുമ്പോഴോ നിങ്ങളത് ഉപയോഗിച്ചാൽ മതിയാകും. എപ്പോഴും നിങ്ങൾ ഫുഡ് പ്രിപ്പയർ ചെയ്ത് കഴിക്കുമ്പോഴേക്കും ചോറ് കുറച്ചിട്ട് കറികൾ കൂട്ടാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ബ്രൗൺ റൈസ് ആണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ബ്രൗൺ റൈസിനോടൊപ്പം നിങ്ങൾ കുറേം കൂടി ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ബ്രൗൺ റൈസ് വെച്ചിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് യൂട്യൂബ് ചാനൽസിൽ അവൈലബിൾ ആണ്. അതെല്ലാം നിങ്ങളൊന്ന് വാച്ച് ചെയ്ത് നോക്കുക. അതിനനുസരിച്ച് നിങ്ങൾ ഫുഡ് പ്രിപ്പയർ ചെയ്ത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മറ്റുള്ള ഓൾ ഗ്രെയിൻസ് വെച്ചിട്ടുള്ള വീഡിയോസ്, റെസിപ്പീസ് ഒക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അത് വെച്ചിട്ടും നിങ്ങൾ ഫുഡ് പ്രിപ്പയർ ചെയ്ത് കഴിക്കുക കേട്ടോ. ബ്രൊക്കോളി ഉപയോഗിക്കുന്ന സമയത്തും നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ചോറിനോടൊപ്പമാണ് പെയർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ചോറ് കുറച്ചതിന് ശേഷം ഇത്തരത്തിലുള്ള വെജിറ്റബിൾസ് കൂടുതലായിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ഹെൽത്തി ആയിട്ടുള്ള കണ്ടന്റ് കൂടുതലായിട്ട് എത്തുന്നതിന് വേണ്ടിയിട്ട് അത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ശരീരത്തിനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഒപ്പം ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നതിന് സഹായിക്കുന്ന ഫെർട്ടിലിറ്റി എക്സസൈസുകളും നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ഒരു സ്ത്രീക്ക് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്ന എക്സസൈസ് ആണ് ലെഗ് അപ്പ് ദ വോൾ എക്സസൈസ്. ലെഗ് അപ്പ് ദ വോൾ എക്സസൈസ് നമ്മൾ ചെയ്യുന്നത് കാല് ചുമരിൽ നല്ലതുപോലെ ഉയർത്തി പിടിച്ചിട്ട് നമ്മൾ ചുമരിനെ പറ്റേ ചേർന്ന് കിടന്നിട്ടാണ് ലെഗ് അപ്പ് ദ വോൾ എക്സസൈസ് ചെയ്യുന്നത്. ഈ ലെഗ് അപ്പ് ദ വോൾ എക്സസൈസും നിങ്ങൾ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ന്യൂട്രിയൻസ് നിങ്ങൾ എടുക്കുന്നതോടൊപ്പം തന്നെ ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗത്തിലോട്ടും എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും നിങ്ങളെ സഹായിക്കുന്നു. അതുപോലുള്ള ഫെർട്ടിലിറ്റി എക്സസൈസുകളും ബ്രീത്തിങ് എക്സസൈസുകളും ഇംപ്ലാന്റേഷൻ നടക്കുന്ന ഈ ഒരു 2 ആഴ്ച സമയങ്ങളിൽ നിങ്ങൾ ചെയ്യുന്നത് ഈ ഭക്ഷണങ്ങൾ എടുക്കുന്നതിന്റെ ബെനിഫിറ്റ് നിങ്ങളുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളിലോട്ടും കൃത്യമായിട്ടും എഫക്റ്റീവായിട്ടും എത്തുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഒപ്പം ധാരാളം വെള്ളവും കുടിക്കുക. അതോടുകൂടെ ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് അത് സഹായിക്കുന്നു. ഏറ്റവും കൂടുതൽ അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ മൈൻഡ് എപ്പോഴും ഫ്രീ ആയിട്ട് വെക്കുക. ഇംപ്ലാന്റേഷൻ കഴിഞ്ഞതിന് ശേഷം ഓരോരോ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പ്രഗ്നൻസി ആകുമോ പീരിയഡ്സ് ആകുമോ എന്ന് ആലോചിച്ച് നിങ്ങൾ ശരീരത്തിനെ കൂടുതൽ കുഴപ്പത്തിലാക്കാതെ ഇംപ്ലാന്റേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ കൂടുതലും ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ നമുക്ക് എളുപ്പത്തിൽ പ്രഗ്നന്റ് ആകാനായിട്ട് സാധിക്കും. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.